ഫ്രീ ആപ്പിൽ എങ്ങനെയാണ് ക്യാഷിന് സെയിൽ ചെയ്യാമെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡൗട്ടാണ് ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഫോറെവർ 52യുടെ ഒരു കൺസീലർ സെയിൽ ചെയ്യാണ് കേട്ടോ. ഞാൻ ഓൾറെഡി സെയിൽ ചെയ്ത് കഴിഞ്ഞാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം സെൽ ഐറ്റം കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ ബ്രാൻഡ് ഏതാണ്, എന്താ കാറ്റഗറി, ആ കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഞാൻ കാറ്റഗറി കൺസീലറുടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഏതാ ബ്രാൻഡ്, അത് എത്ര സൈസ് വരുന്നത്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, വെയിറ്റ്, സൈസ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ മസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണം. അതുപോലെ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമുക്ക് പ്രൈസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ടൈറ്റിൽ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ബ്രീഫായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കൂടെ അതിന് കൊടുക്കണം കേട്ടോ. ലാസ്റ്റായിട്ട് പ്രൈസ് കൊടുക്കുന്നുണ്ട്. പ്രൈസ് ഞാൻ കോയിനല്ല ക്യാഷിനെ കൊടുക്കുന്നത് കേട്ടോ. 500 റുപ്പീസാണ്. ഇതാ ഫസ്റ്റ് ഒറിജിനൽ പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, അതുപോലെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ്. അപ്പോൾ എല്ലാം കറക്റ്റായി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പിക്ചർ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 452യുടെ കൺസീലർ, അതുപോലെ ചെറിയൊരു ബ്രീഫായിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ വൃത്തിയായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ കൺസീലറിൻ്റെ. അതുപോലെ എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കാണണം. അതിൻ്റെ എമൗണ്ട് എത്രയാണ്, കറക്റ്റായിട്ടുള്ള പ്രൈസ് എത്രയാണ്, അതെല്ലാം കറക്റ്റായിട്ട് കാണിക്കണം കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി മുമ്പ് ഇട്ടതാണ് കേട്ടോ. ഒരു 2 വീക്സിന് മുമ്പ് ഇട്ടതായിരുന്നു. എനിക്കിപ്പോഴാണ് സെയിലായത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം ഒരുപാട് പേര് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാ ഓഫേഴ്സ് എല്ലാം കുറേ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ചേച്ചി എന്നെ ഒരുപാട് അപമാനിച്ച് കിട്ടും. 500 രൂപയ്ക്കൊന്നും പറ്റില്ല, നിങ്ങൾക്ക് 500 രൂപയ്ക്കൊന്നും ഇത് ഒരിക്കലും വിൽക്കാൻ പറ്റില്ല, 200 രൂപയ്ക്ക് തന്നുകൂടെ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കൊടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം ഞാൻ 560 രൂപയ്ക്ക് എന്തോണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൈക്കിൽ ഇപ്പം 500 സംതിങ്ങേ ഉള്ളൂ. അപ്പം പിന്നെ ഞാൻ മേക്കപ്പ് എല്ലാം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം എനിക്ക് പിന്നെയും യൂസ് ചെയ്യാമല്ലോ, മീൻസ് വേറെയുള്ള ബ്രൈഡ്സിനാണെങ്കിലും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും സെയിലാവോ നോക്കാമെന്ന് വെച്ചിട്ടായിരുന്നു ഞാനത് സെയിലാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് സെയിലായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഓർഡർ കിട്ടിയത് ഞാൻ കൺഫേം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് കാറ്റഗറി ഉണ്ടാവുമല്ലോ, നമ്മൾ ഏത് ടൈപ്പാണ് പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അതിൽ ഞാൻ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇമെയിൽ ID നമ്പർ എല്ലാം കൊടുത്ത് ഞാൻ സെലക്ട് ചെയ്ത് സ്കാൻ ഷിപ്പിംഗ് ലേബിൾ വെച്ചിട്ടായിരുന്നു. എൻ്റെ ട്രാക്കിംഗ് ID ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റത്തെ ട്രാക്കിംഗ് ID ഞാൻ യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രാക്കിംഗ് IDയുടെ നമ്പർ എല്ലാം അതിൽ വരും. പിന്നെ പ്രിൻറ്റ് ഷിപ്പിംഗ് ലേബിൾ നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ട്രാക്കിംഗ് IDയുടെ ആ സ്ലിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഞാൻ കൺഫേം ഓർഡർ കൊടുത്തു കേട്ടോ. അപ്പം എനിക്ക് ഏത് ഡേറ്റാണ് അത് പിക്ക് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഇതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഓർഡർ കൺഫേമായി. നമുക്ക് കൺഫേം ആവുന്ന സമയത്ത് നമുക്ക് ആപ്പിൽ തന്നെ കാണിക്കും. പിന്നെ നമ്മുടെ ഇമെയിൽ IDയിൽ നമുക്ക് ഇമെയിൽ ആയിട്ട് വരും, അതുപോലെ മെസ്സേജ് ആയിട്ട് വരും, അതുപോലെ വാട്സപ്പിലും വരും കേട്ടോ. നമ്മൾ കോയിൻസിനെ സെല് ചെയ്യണമെങ്കിൽ നമുക്ക് ഷിപ്പ് ചെയ്ത ആ ടൈമിൽ തന്നെ നമുക്ക് ക്യാഷ് കിട്ടും. അതായത് നമ്മുടെ സാധനം ഡെലിവറി ബോയ്ക്ക് കൊടുത്ത അപ്പം തന്നെ നമുക്ക് കോയിൻസ് കിട്ടും. പക്ഷേ ക്യാഷിലാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ അത് റിസീവറുടെ കയ്യിൽ കിട്ടിയിട്ട് അവർ പോസിറ്റീവ് റിവ്യൂ കൊടുത്താൽ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ. അത് പോസിറ്റീവ് റിവ്യൂ കൊടുത്തിട്ട് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ക്യാഷ് കിട്ടുക. അതിൻ്റെ മെസ്സേജ് നമുക്ക് ആപ്പിൽ വരും, അതുപോലെ തന്നെ ഇമെയിൽ IDയിലും വരും, വാട്സപ്പിലും വരും കേട്ടോ. ഇവരെനിക്ക് റേറ്റിംഗ് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിൽ പോയിട്ട് എനിക്ക് റേറ്റിംഗ് തരുമോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് അതിന് പോസിറ്റീവ് റിവ്യൂ എല്ലാം തന്ന്. അപ്പോൾ പിന്നെ ലാസ്റ്റായിട്ട് എനിക്ക് ഏർണിംഗ് കിട്ടി. 500 രൂപയാണ് കേട്ടോ ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് എനിക്ക് ഇമെയിലിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങൾക്ക് ഇത് വന്നിട്ടുണ്ട്, അത് റിസീവ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ നെയിമും മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതിൽ ഡണ്ണിൽ കൊടുത്താൽ തന്നെ റിസീവ് ആയിക്കോളും. ഇതാ എനിക്ക് നെയിമും അതുപോലെ അക്കൗണ്ട് നമ്പർ, ഫോൺ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. വെറുതെ റിസീവ് എന്ന് കൊടുത്താൽ മതി, അതിൽ വന്നോളും കേട്ടോ. അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ക്യാഷിന് ആദ്യമായിട്ടായിരുന്നു സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഫ്രീ ആപ്പിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള